ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഒന്നിച്ചു കൂടുവാൻ ദൈവം നമ്മളെ അനുവദിച്ചല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഫിലദൽഫിയ സഭയെക്കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവച്ചത് ശാരീരിക അസ്വസ്ഥ മുഖാന്തരം വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞില്ല എന്നൊരു ഭാരം മനസ്സിലുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടെ ഓർപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം മുതലാണല്ലോ ഫിലദൽഫിയ സഭയ്ക്കുള്ള സന്ദേശം കർത്താവ് കൊടുക്കുന്നത്. അതിന്റെ 8-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എന്റെ നാമം നീ നിഷേധിച്ചില്ല എന്നാണ്. നാമം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴും ദൈവത്തിന്റെ നാമത്തെ അവർ മുറുകെ പിടിച്ചു. നാം രണ്ട് കാര്യങ്ങൾ ഓർത്തത് പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമായിരുന്നു. ഒന്ന്, പത്രോസും യോഹന്നാനും യാക്കോവും നമ്മുടെ കർത്താവും കൂടെ മരുഭൂമിയിലായിരിക്കുമ്പോൾ മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പത്രോസ് പറഞ്ഞൊരു വാക്ക്, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് 3 കുടിലുണ്ടാക്കാം, ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും ഒന്ന് കർത്താവിനും എന്ന് പറഞ്ഞു. ആ വാക്കിലൂടെ നമ്മൾ ഓർത്തത് ഇങ്ങനെയാണ്, കർത്താവിന്റെ നിസ്തുല്യത താൻ തൽക്കാലം മറന്നുപോയി. 3 പേരെ ഒരുപോലെ കണ്ടതിലൂടെ കർത്താവിന്റെ നിസ്തുല്യതയെ താൻ നിഷേധിച്ചു എന്നാണ് നമ്മൾ ചിന്തിച്ചത്. ആ പത്രോസ് തന്നെ യേശുവിനെ പിടിക്കുവാനായിട്ട് പടയാളികൾ വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന മഹാപുരോഹിതന്റെ ദാസനെ വാളെടുത്ത് വെട്ടി ചെവി അറുത്തു കളഞ്ഞു. ആ പ്രവൃത്തിയിലൂടെ കർത്താവിന്റെ സർവശക്തി എന്ന സ്വഭാവത്തെ, താൻ സർവശക്തിயான സ്വഭാവത്തെ താൻ നിഷേധിക്കുകയായിരുന്നു. എനിക്കും ചില കാര്യം ചെയ്യാൻ സാധിക്കും എന്ന് താൻ വെളിപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ലളിതമായ നിലയിൽ നാം അതിന്റെ ആശയം ചിന്തിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും യാതൊരു നിലയിലും പ്രവൃത്തിയിലോ സംസാരത്തിലോ മനോഭാവത്തിലോ കർത്താവിന്റെ ഏതെങ്കിലും സ്വഭാവ സവിശേഷതകളെ നിഷേധിക്കുന്ന പ്രവൃത്തി ഉണ്ടാകാനായിട്ട് പാടില്ല എന്നാണ് നാം അതിലൂടെ ഓർത്തത്. പിന്നെ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ യഹൂദന്മാര് ആയിരിക്കെ, യഹൂദന്മാരാണ് അവർ യഹൂദന്മാരല്ല എന്ന് കർത്താവ് പറയുന്നത് അവരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ്. സാത്താന്റെ പള്ളിക്കാർ എന്ന പദപ്രയോഗം അവിടെ പറഞ്ഞിട്ടുണ്ട്. 2-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലും നാം അത് അല്പവിശദമായി ചിന്തിച്ചതാണ്. ഈ സാത്താന്റെ പള്ളിക്കാർ എന്ന് പറയുന്ന പദപ്രയോഗം യഹൂദന്മാര് അല്ലാതിരിക്കെ യഹൂദന്മാരെന്ന് പറയുന്ന പദപ്രയോഗം, അതിന്റെ ആശയം ഇങ്ങനെയാണ്, യഥാർത്ഥ യഹൂദൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് വിളിക്കപ്പെട്ടവനാണ്. അവനാണ് ഈ പ്രമാണം കിട്ടിയിരിക്കുന്നത്. അവൻ ഈ പ്രമാണം അതുപോലെ പാലിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവനാണ്. മാത്രമല്ല, മശിഹയുടെ വരവ് അവർ പ്രതീക്ഷിച്ചതുപോലെ അല്ല സംഭവിച്ചെങ്കിലും മശിഹ വന്നു, തന്റെ പ്രവൃത്തി തികച്ചു, തന്നെ മടങ്ങി പോവുകയും ചെയ്തു. ഇത് യഹൂദന്മാർക്ക് അറിയാമെങ്കിലും അവരത് അങ്ങോട്ട് ഉൾക്കൊണ്ടിട്ടില്ല. എങ്കിലും അവർ മശിഹയുടെ പേര് പറഞ്ഞ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർ കൂടുന്ന സ്ഥലത്തിന്റെ പേരാണല്ലോ സിനഗോഗ് എന്ന് പറയുന്നത്, യഹൂദന്മാരുടെ പള്ളി. അവരവിടെ കൂടുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്നുമുണ്ട്. എന്നാൽ അവരുടെ പ്രവൃത്തി കൊണ്ടും പ്രവൃത്തി ദോഷം കൊണ്ടും മനോഭാവം കൊണ്ടും ഇടപാട് കൊണ്ടും കർത്താവിന് സഭയ്ക്ക് ദോഷമുണ്ടാകുന്നുണ്ട്, അപമാനം ഉണ്ടാകുന്നുണ്ട്, ഉപദ്രവം ഉണ്ടാകുന്നുണ്ട്. അത് പൈശാചിക പ്രവർത്തനമാണ്. മാത്രമല്ല, ദൈവജനത്തെ ഇവരെ അക്യൂസ് ചെയ്യുക, അവരെ ദുഷിച്ചു പറയുക. പിശാചിന്റെ ഏറ്റവും വലിയൊരു സ്വഭാവമാണ് ദൂഷണം പറയുക എന്നുള്ളത്. അത് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ദൂഷണം പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ടാണ് കർത്താവ് അവരെ സംബന്ധിച്ച് 2 വാക്ക് പറഞ്ഞത്. ഒന്ന്, യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് പറയുന്നു. അവർ ജാതീയമായി നോക്കി യഹൂദന്മാർ തന്നെയാണ്, പ്രവൃത്തിയിൽ യഹൂദന്റെ സ്വഭാവം ഇല്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. രണ്ടാമത്, സാത്താന്റെ പള്ളി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സഭയ്ക്ക് വിരോധമായിട്ടുള്ളതാണ് ആ യഹൂദന്മാരുടെ തുടർന്നുള്ള കൂടിവരവുകൾ. മുൻപ് അവർ കൊടുത്തിരുന്ന പ്രമാണമായിരുന്നു, അത് പാലിക്കേണ്ടതായിരുന്നു. കർത്താവ് വന്ന് ക്രൂശുമരണത്തോടെ അത് പൂർത്തീകരിച്ചു. ഞാൻ വന്നത് ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കുവാനല്ല, നിവർത്തിപ്പാനാണ് പറഞ്ഞു. നിവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആക്ഷരികമായിട്ട് ഒന്നും ചെയ്യുവാൻ പാടില്ല. പിന്നെ യാഗമെല്ലാം ആത്മീയാഗമാണ്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞത്
ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ നാം വന്നിട്ട് നാമും ജീവനുള്ള കല്ലായിട്ട് രൂപാന്തരപ്പെട്ടു. മാത്രമല്ല, നമ്മെ പണിയുന്നത് ആത്മീയ യാഗം കഴിക്കാൻ തക്കവണ്ണമുള്ള ആത്മീയ പുരോഹിതന്മാരായിട്ട് നമ്മെ പണിയപ്പെടുന്നു എന്ന് പത്രോസ് ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ പിന്നത്തെ എല്ലാ ശുശ്രൂഷകളും ആത്മീയ ശുശ്രൂഷയാ, ആക്ഷരികമല്ല. യാഗമുണ്ടെന്ന് ചോദിച്ചാൽ യാഗമെല്ലാം ഉണ്ട്. പക്ഷെ എല്ലാ യാഗങ്ങളും ആത്മീയമായിട്ടാ, ദൃശ്യമായിട്ടല്ല, ആക്ഷരികമായിട്ടല്ല, യാഗപീഠത്തിലല്ല, കാളയോ ആടിനെയോ അല്ല. പിന്നെ പല യാഗങ്ങളും ചിന്തിച്ചതാണ്. അതിനിയും വിശദമായിട്ട് പറയാനായിട്ട് ആവശ്യമില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെയും ആവർത്തി ചെയ്യുന്നതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമാണത്. ആ വചനവിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിശാച. അതുകൊണ്ട് കർത്താവ് പറയുന്നത് സാത്താന്റെ പള്ളിക്കാരെന്ന് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാ. നിങ്ങൾ ശാന്തമായിരുന്നാൽ ഞാൻ അവരെ നിങ്ങളുടെ പാദത്തിൽ കൊണ്ടുവരും, നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർത്തു മോശയുടെ കാര്യം, യോസഫിന്റെ കാര്യം, ദാവീദിന്റെ കാര്യമൊക്കെ. അവരോട് എതിർത്ത പലരുണ്ടായിരുന്നു. അവർ ശാന്തമായിട്ടിരുന്നു, എല്ലാവരെയും അവരുടെ പാദത്തിൽ കൊണ്ടുവന്നു. ആ കർത്താവ് പറയുക, നിങ്ങൾ ശാന്തമായിട്ടിരുന്നാൽ, ഇവരെക്കുറിച്ച് പറയുന്നൊരു ഗുണവിശേഷമാണല്ലോ നിങ്ങൾ സഹിച്ചു എന്നുള്ളത്. സഹിച്ചു, നിങ്ങൾ സഹിച്ചാൽ ഞാൻ അവരെ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അവർക്കൊരു ഒരു പ്രത്യേകമായിട്ടൊരു പ്രശംസാ വാക്കൂടെ കർത്താവ് പറയുക. പിന്നെ അതിന്റെ 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മഹോദര കാലത്ത് സംഭവിക്കുന്ന കാര്യമാണ്. അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്ത് സംഭവിക്കുന്ന കാര്യമാണ്. അതായത് സഭയെ ഞാൻ ഇവിടുന്ന് എടുക്കും, മാറ്റും, അതിൽ നിന്ന് ഞാൻ നിന്നെ മാറ്റും. അവിടെ സംഭവിച്ചിരിക്കുന്നത് ഭൂമിയിൽ വസിക്കുന്നവർക്ക് ഉണ്ടാകുന്ന പരീക്ഷാകാലമാണ്. നമ്മൾ ഭൂമി വസിക്കുന്നവരല്ല. 3-ാം അധ്യായത്തിന്റെ അവസാനത്തോടുകൂടെ 7 സഭയ്ക്കുള്ള സന്ദേശം കൊടുത്ത ശേഷം 4-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗം തുറന്നിരിക്കുന്നതും ഇവിടെ കയറുക എന്ന ശബ്ദവും ഞാൻ കേട്ടു. സഭയുടെ ഉൽപ്രാപണമാണ് അവിടുത്തെ വിഷയം. അതിനുശേഷം 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും സ്വർഗത്തിലെ ആരാധനയുടെ ചില ചിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. 6-ാം അധ്യായം മുതൽ ഉപദ്രവം ആരംഭിക്കുന്നു. അത് 18-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗം വരെയും അത് തുടരുന്നുമുണ്ട്. അങ്ങനെ മഹോദര കാലമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുന്നത് ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന്. നമ്മളവിടെ അല്ല, അന്നേരം നമ്മൾ ഭൂമിയിലല്ല, നമ്മൾ കർത്താവിലൂടെ മധ്യാകാശത്തില്ല. അപ്പോൾ അത് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുമെന്നുള്ള വാഗ്ദത്തമാണ് കർത്താവ് ഈ വാക്കിലൂടെ തരുന്നത്. അത് മാത്രമല്ല, മറ്റനേക വാക്യങ്ങളുണ്ട് സഭ മഹോദരത്തിലൂടെ കടന്നു പോകത്തില്ല എന്ന് പഠിപ്പിക്കുവാനായിട്ട്. നമ്മളിപ്പോൾ പഠിക്കുന്ന വിഷയം അതല്ലല്ലോ. അതുകൊണ്ട് നമ്മളതിപ്പോൾ വിശദമായിട്ട് ചിന്തിക്കുന്നില്ല. അതങ്ങനെ മുൻപോട്ട് പോട്ടെ. 2 കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഒന്ന് ക്രിസ്തുവിന്റെ ചിത്രമായ പെട്ടകം, നോഹയുടെ പെട്ടകം. ആ പെട്ടകത്തിലൂടെ കർത്താവ് നമ്മെ രക്ഷിച്ചു. അല്ല, ക്രിസ്തുവിൽ നമ്മെ സംരക്ഷിച്ചുകൊണ്ടാണ് നമ്മെ രക്ഷിച്ചത്. ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ നാം അവനിൽ ഉണ്ടായിരുന്നു എന്നാണ് ഉപദേശം. ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ നാം അവനിൽ ഉണ്ടായിരുന്നു, നമ്മെ വഹിച്ചുകൊണ്ടാണ് അവൻ മരിക്കുന്നതെന്നാണ് യഥാർത്ഥമായ ഉപദേശം. അപ്പൊ നമ്മുടെ പാപത്തെ അവൻ വഹിച്ചു എന്ന് പറഞ്ഞതിന്റെ ആശയം അതാ. ക്രിസ്തുവിൽ നാം ഭദ്രമായിട്ട് രക്ഷിക്കപ്പെട്ടു, അഥവാ ക്രിസ്തുവിലൂടെ, പെട്ടകത്തിലൂടെ രക്ഷിക്കപ്പെട്ടു. എന്നാൽ ഉൽപ്പത്തി 19 വായിക്കുന്ന ലോത്തിന്റെ സംഭവം അങ്ങനെയല്ല. ലോത്ത് പാർത്ത ദേശത്തെ നശിപ്പിക്കുന്നതിന് മുമ്പ് ലോത്തിനെ അവിടെ വസിപ്പിച്ചുകൊണ്ടല്ല നശിപ്പിച്ചത്. പിന്നെ അവിടുന്ന് മാറ്റി ഒരു പട്ടണത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞൊരു വാക്ക്: നീ അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നമ്മളെ വെച്ചോണ്ട് ഇവിടെ, നമ്മളെ ഭൂമിയിൽ വസിപ്പിച്ചുകൊണ്ട് ഇവിടെ ഉപദ്രവം കർത്താവ് അനുവദിക്കത്തില്ല. അത് ആ ചിത്രമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ അവനെ അവിടുന്ന് മാറ്റിയിട്ട് ആ ദേശത്തെ നശിപ്പിച്ചു. നോഹയുടെ പെട്ടകവും ലോത്തിൽ സംഭവവും 2 കാര്യം നമ്മളെ ഓർപ്പിക്കുന്നു. ഒന്ന്, ക്രിസ്തുവിലൂടെയുള്ള രക്ഷയും നമ്മെ ഇവിടുന്ന് മാറ്റിയിട്ടുള്ള ലോകത്തിന്റെ ശിക്ഷയും. അത് 2 കാര്യം പറഞ്ഞ് ഞാൻ ആ വിഷയം കൂടി അവിടെ അവസാനിപ്പിക്കാം. നമുക്കിനിയും അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരാം. വേഴ്സ് 11, 11-ാമത്തെ വാക്യം. ഞാൻ വേഗം വരുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചതും കർത്താവ് ആവർത്തിച്ച് പറഞ്ഞതുമായ ഒരു വാക്കുണ്ട്: ഞാൻ വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ഞാൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ഞാൻ അടച്ചാൽ ആരും തുറക്കത്തുമില്ല. ഈ സംഭവത്തിൽ കർത്താവ് പറയാണ്, ഞാൻ വേഗം വരുന്നു. ഞാൻ തുറന്നു വെച്ച വാതിൽ ആരൊക്കെ പ്രയോജനപ്പെടുത്തിയോ അവരെ സംബന്ധിച്ച് എന്റെ വരവ് അവർക്ക് ആശ്വാസമാണ്. കഷ്ടതയിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ അവരുടെ കഷ്ടതയ്ക്ക് പരിഹാരമുണ്ടായി. രോഗം അനുഭവിക്കുകയാണെങ്കിൽ അവർ രോഗത്തിന് പരിഹാരമുണ്ടായി. അവർ കാത്തിരുന്ന ശരീരത്തിലെ വീണ്ടെടുപ്പ് അന്ന് നടക്കുവാൻ പോകുക. അതിന് അനുകൂലമായിട്ട് ഒരു വാക്ക് നമുക്ക് വായിക്കാം. യാക്കോബിന്റെ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായം
8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ അനുകൂലമായ ഒരു വാക്ക് അവിടെ കിട്ടുന്നത് യാക്കോബ് 5:8 കർത്താവിന്റെ വരവ് ദീർഘക്ഷമയോടിരിക്കുന്നു. സ്ഥിരമാക്കുകയും കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. മതി, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരുന്ന് സ്ഥിരതയോടെ ഇരിക്കുക. അത് കർത്താവ് വരുന്നു, ഞാൻ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ അവന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ആശ്വാസകരമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ തന്നെ വേറെ വാക്കൂടെ പറയണം, തുറന്നു വെച്ച വാതിൽ ഉപയോഗിക്കാത്തവരുമുണ്ട്. അത് വിശ്വാസികളുടെ മധ്യത്തിലും ഉണ്ട് എന്ന് വേണം പറയാനായിട്ട്. അതിന് പശ്ചാത്തലം വേറെ ആണെങ്കിലും ഒരു വാക്യം നോക്കിക്കേ. മത്തായി സുവിശേഷം 24-ാം അധ്യായം. അത് സഭയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല എങ്കിലും മനസ്സിലാകാനായിട്ട് പറയാം. താലന്ത് വിഭാഗിച്ചു കൊടുത്ത കാര്യവും മറ്റു കാര്യങ്ങളും ഒക്കെയാ. മത്തായി 24:48 മുതൽ. മാത്യു 24:48. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പശ്ചാത്തലം വേറെ. ഞാൻ പറഞ്ഞു, ഇവിടെ യജമാനൻ ദാസനെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയി. ദാസൻ അവിശ്വസ്തനായി. യജമാനൻ വരുവാൻ താമസിക്കുന്നതുകൊണ്ട് അവൻ ക്രമം കെട്ട് ജീവിച്ചു, അയോഗ്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു. യജമാനൻ പെട്ടെന്ന് വന്നു. ഇത് നമുക്കൊരു പാഠമാണ്. ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞാൽ അവനെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ആശ്വാസമാണ്. അവൻ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നവർക്കോ കണക്ക് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് ആശ്വാസകരമായിരിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് യജമാനന്റെ വരവ് ഏത് നിമിഷം സംഭവിക്കാവുന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം. ഒട്ടും സമയം നഷ്ടപ്പെടുത്താൻ നമുക്കില്ല എന്നാണ് പറഞ്ഞതിന്റെ ആശയം. മടങ്ങി വരാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഞാൻ വേഗം വരുന്നു. ഇതെങ്ങനെയാ നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ കിരീടം ആരെങ്കിലും എടുക്കൂ? ഒരാൾക്കുള്ള കിരീടം ആരെങ്കിലും എടുക്കൂ? കിട്ടിയാൽ എടുക്കത്തില്ല. നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഭാഗത്തെ വാചകപ്രകാരം പറഞ്ഞാൽ, തുറന്നു വെച്ച വാതിൽ ഞാനും നിങ്ങളും ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട കിരീടം കിട്ടാതെ പോകും. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം നോക്കിക്കേ. പുറപ്പാട് 4, എക്സോഡസ് ചാപ്റ്റർ 4, അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ നോക്കിക്കേ. 1-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും എന്നുത്തരം പറഞ്ഞു. യഹോവനോട് അവനോട് നിന്റെ കൈയിൽ ഇരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു ഒരു വടി എന്ന് അവൻ ഉത്തരം പറഞ്ഞു. വായിച്ചു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്തിട്ടു. അത് സർപ്പമായി. വായിച്ചു. സർപ്പമായി തീർന്നു. മോശ അതിനെ കണ്ട് ഓടിപ്പോയി. യഹോവ മോശയോട് നിന്റെ കൈ നീട്ടി അതിന്റെ വാലിന് പിടിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു. ഇത് മതി. ഇനി അതിന്റെ 13-ാമത്തെ വാക്യം. എന്നാൽ അവൻ കർത്താവിൽ നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചു. മോശെ ദൈവം അങ്ങോട്ട് വിടുക ഫറവോന്റെ അടുത്തേക്ക്. ദൈവത്തിന്റെ ഉദ്ദേശം ഇദ്ദേഹത്തെ അവിടെ വലിയവനാക്കാനാ. അതിനൊരു പരിശീലനം കൊടുത്തു. നീ ചെല്ലുമ്പം അവർ ചോദിക്കുക, നീ ആരാ, എന്താ തെളിവ്? ആ വടി താഴെ ഇട്ടാൽ മതി, അത് സർപ്പമാകും. അത് കാണുമ്പോൾ ഫറവോന് മനസ്സിലാവും, ഞാൻ നിന്നെ അയച്ചതാ. ഇവിടെ ഒരു പരിശീലനം കൊടുത്തു. വടി താഴെ ഇട്ടു, സർപ്പമായി. അത് കണ്ട് മോശ പേടിച്ചെങ്കിലും വാലെ പിടിക്കാൻ പറഞ്ഞു. തിരിയത് വടിയായി. എന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്തി. പോ എന്ന് പറഞ്ഞപ്പോൾ പറയുക, നിനക്ക് ബോധിച്ച ആരെങ്കിലും? ഒത്തിരി പറഞ്ഞു നോക്കി. കർത്താവ് സംസാരിക്കാൻ വയ്യ, ഞാൻ വിക്കന. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാനല്ലയോ മനുഷ്യന് നാവ് കൊടുത്തത്, ഞാൻ നാവോട് ഇരിക്കാം എന്തൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം അവസാനം പിന്നെയും പറയാ, കർത്താവ് നിനക്ക് ബോധിച്ച ഒരാളെ അയക്കണം. അടുത്ത വാക്ക് വായിക്കുന്നത്, യഹോവയുടെ കോപം ജ്വലിച്ചു. യഹോവ കോപിച്ചു. ഞാനൊരു വാതിൽ നിനക്ക് തുറന്നു വന്നിരിക്കുക. നീ പണ്ട് മിസ്രൈമിലായിരുന്നപ്പോൾ അയോഗ്യമായ കാര്യം ചെയ്തവനാ. ഞാനത് പരിഹരിച്ച് നിന്നെ മെച്ചപ്പെടുത്തിയിട്ട് അയക്കാൻ തീരുമാനിച്ച് നിനക്ക് പരിശീലനം പോലും തന്നിട്ട് നീ പറയുന്നത് എന്തുവാ? മറ്റുള്ളവരെ അയക്കണം. നീ ആ തുറന്ന വാതിൽ ഉപയോഗിക്കാൻ താല്പര്യപ്പെട്ടില്ലെന്ന് പറഞ്ഞതിന്റെ ആശയം. ഇനി നമുക്ക് ചിന്തിക്കാൻ പോകുന്നത് 7-ാം അധ്യായമാണ്. നോക്കിക്കേ, പുറപ്പാട് 7-ാം അധ്യായം. 7-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. എക്സോഡസ് ചാപ്റ്റർ 7 വേഴ്സ് 8.
ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിക്കുമെന്ന് പറഞ്ഞാൽ നീ അഹരോനോട് നിന്റെ വടിയെടുത്ത് ഫറവോന്റെ മുമ്പാകെ നിലച്ചിടുക എന്ന് പറയുന്നു. അത് അവർ സർപ്പമായി തീരുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹരോൻ തന്റെ വടി ഫറവോന്റെയും അവന്റെ പുത്രന്മാരുടെയും മുമ്പാകെ നിലച്ചിട്ടു. ഫറവോന്റെ മുൻപാകെ ഫറവോൻ നിൽക്കുന്നു. രാജാവാന്ന് ഓർക്കണം. തന്റെ മഹത്തുക്കളെല്ലാം കൂടെ നിൽപ്പുണ്ട്, മന്ത്രവാദികളുണ്ട്, വലിയ ആൾക്കൂട്ടമുണ്ട്. അവർ മുൻപാകെ മോശയും അഹരോനും ദൈവദാസന്മാരുടെ പേരിൽ അങ്ങോട്ട് പോകുകയാണ്. അങ്ങോട്ട് ചെന്ന വലിയ സദസ്സിന് മുൻപാകെ നിന്നിട്ട് വടി നിലത്തിട്ട് സർപ്പമാക്കിയത് ആരാ? ശ്രദ്ധിച്ചോ? അഹരോന്. പരിശീലനം കിട്ടിയത് ആർക്കാ? മോശയ്ക്കാ. വാതിൽ തുറന്നു കൊടുത്തത് ആർക്കാ? ആ വാതിലൂടെ ഇപ്പം പ്രവേശിച്ചതും പ്രവർത്തിച്ചതും ആരാ? നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലയോ? അഹരോന്. അഹരോനെ വടി സർപ്പമാക്കിയത് ഈ രാജാവിന് മുൻപിൽ. പരിശീലനം കിട്ടിയത് അവന്, നിയമനം കിട്ടിയത് അവന്, വാതിൽ തുറന്നു കിട്ടിയത് മോശയ്ക്ക്. താൻ നിഷേധിച്ചു. നിന്റെ കിരീടം ആരും എടുത്തു കളയാതിരിപ്പാൻ. മനസ്സിലായോ? നമ്മുടെ തലേ വരുന്ന കിരീടം ആരും എടുക്കത്തില്ല. തലേ വരണമെങ്കിൽ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസമായി നാം ചെയ്തിരിക്കണം. നമ്മൾ ഒഴിഞ്ഞു മാറിയാൽ, എന്റെ സഹോദര സഹോദരന്മാരെ, ഞാനും നിങ്ങളും മാത്രമേ ഉള്ളൂ കർത്താവിനെ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ലോകത്തിൽ ആയിരക്കണക്കിന്, നൂറുകണക്കിന്, ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ട് ദൈവത്തിന് പ്രാർത്ഥിക്കാനായിട്ട്. അവർ പ്രാർത്ഥിച്ചോളൂ. നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ കർത്താവിന് വേല മുടങ്ങുമോ? ഇല്ല. നമ്മൾ പ്രസംഗിച്ചില്ലെങ്കിൽ വേല മുടങ്ങുമോ? ഇല്ല. നാം സഹായിച്ചില്ലെങ്കിൽ അവർ നശിച്ചു പോകുമോ? ഇല്ല. കർത്താവിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് തന്റെ വാക്ക് അനുസരിക്കുവാനായിട്ട്. നമുക്ക് വേണ്ടി തന്നത്, നമ്മളെ ഏൽപ്പിച്ചത്, നമ്മൾ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ നാം ഉപയോഗിച്ചില്ലെങ്കിൽ, അതാ പറഞ്ഞത്, നിന്റെ കിരീടം ആരും എടുത്തു കളയാതിരിക്കേണ്ടതിന് മറ്റൊരുത്തരത് കിട്ടും. ഇപ്പൊ കിട്ടുന്നതാർക്കാ? അഹരോന്. അവരുടെ മുൻപാകെ ആരായി? വലിയവനായി. മോശ മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയോ ഇതൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? മോശ പോവുകയും ചെയ്തു, കൂടെ നിൽക്കുകയും ചെയ്തു. ഈ വടി ആരുടെയാ? മോശയുടെയാ. ഈ വടി മോശയുടെയോ? നോക്കണേ. ഇത് നമുക്കൊരു ഭയനിർദ്ദേശമായിരിക്കട്ടെ. നമ്മളേതാണ്ട് ഞാൻ ചെയ്താലേ പറ്റൂ എന്നൊന്നും ചിന്തിക്കേണ്ട. അല്ല, നമ്മൾ ചെയ്തില്ലേലും സാധിക്കും. പക്ഷെ നമ്മൾ ഏൽപ്പിച്ചത് ചെയ്യുന്നത് ബുദ്ധിയാണ്. കർത്താവ് വരാൻ പോകുന്നു. പറഞ്ഞേക്കുന്നത് ആ 11 വാക്യം ആദ്യം പറഞ്ഞത് ഞാൻ വേഗം വരുന്നു എന്ന്. എന്നിട്ടാ പറഞ്ഞത് നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഞാൻ വന്നാ പിന്നെ നിനക്ക് പ്രവർത്തിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, ആരാധിക്കാൻ സമയമില്ല, ശുശ്രൂഷിക്കാൻ സമയമില്ല. ഞാൻ വന്ന നിന്നെ കൊണ്ട് ഈ പോരുക. പിന്നെ അന്ന് വരെ ഉള്ളതിന് പ്രതിഫലം ഇവിടെ തരിക. അത് കുറഞ്ഞു പോകാൻ പാടില്ലെന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ ആശയം. ഒന്നുകൂടെ ഒരു വാക്കുകൊണ്ടല്ലേ അവിടെ വായിച്ച് 3:11. നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. എന്നിട്ട് ഈ സഭയോട് പറയുന്നത്, അവര് ബലഹീനമായ ഒരു കൂട്ടമാണ്, നമ്മൾ പഠിച്ചല്ലോ. അവരോട് വേറെ ഭാരമൊന്നും അവരെ ഏൽപ്പിച്ചില്ല. നിനക്കുള്ളത് നീ പിടിച്ചുകൊള്ളുക. ഹോൾഡ് ഫാസ്റ്റ് വാട്ട് യു ഹാവ്. നിനക്ക് എന്താണോ ഉണ്ട് അത് നീ മുറുകെ പിടിച്ചുകൊള്ളു. എന്താണ് അവർക്കുള്ളത്? അവിടെ നമ്മൾ നേരെ ചിന്തിച്ചതാണ്. ഒന്ന്, അവർക്ക് അല്പം ശക്തിയുണ്ട്, അല്ലേ? അല്പമേ ശക്തിയുള്ളൂ. നീ അതിനൊന്നും ബഹളം ഉണ്ടാക്കണ്ട. ഉള്ള ശക്തി നീ മുറുകെ പിടിക്കുക. രണ്ടാമത്തേത്, നീ എന്റെ വചനം കാത്തതാ. വചനം കാത്തെങ്കിൽ ഇനിയും വചനം കാത്തുകൊള്ളണം. 3, നീ എന്റെ നാമം നിഷേധിച്ചില്ല. എന്റെ നാമം നിഷേധിക്കാതിരിക്കണം. നീ ഒത്തിരി സഹിച്ചു. 4 കാര്യങ്ങൾ നിന്നെക്കുറിച്ച് ഞാൻ പുകഴ്ചയായിട്ട് പറഞ്ഞതാ. പുകഴ്ച പറഞ്ഞതുകൊണ്ട് നിഗളിക്കണ്ട. മറിച്ച് ഉള്ളത് മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. ഞാൻ വേഗം വരും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവല്ലേ? നമുക്കറിയാമല്ലോ, അല്ലേ? ഒരു ദിവസം കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയുമാണ്. വരുന്നെന്ന് പറഞ്ഞ് ഇതുവരെ വന്നില്ല. കർത്താവ് സമയത്തെ വരത്തുള്ളൂ. പക്ഷെ താൻ വേഗം വരും എന്ന് പറഞ്ഞതുകൊണ്ട് അല്പം പുകഴ്ച ലഭിച്ചത്, അല്പം നമ്മളെക്കുറിച്ച് ഉയർത്തി പറഞ്ഞത് നമ്മൾ നിഗളമായിട്ടെടുക്കാതെ ഉള്ളത് മുറുകെ പിടിച്ച് അതിൽ കുറവ് വരാതെ സൂക്ഷിച്ചു എന്ന് മാത്രമേ അവരോട് പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഇന്ന് സന്ധ്യാസമയത്ത് കേൾക്കാനുള്ള പ്രബോധനം അങ്ങനെയല്ല. ഉള്ളത് മുറുകെ പിടിച്ചാൽ മാത്രം പോരാ, അധികം ഉണ്ടാകണം. പത്രോസ് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടല്ലോ. നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യം കൂട്ടണം, വീര്യത്തോടെ പരിജ്ഞാനം കൂട്ടണം, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയം കൂട്ടണം.
മനസ്സിലായോ? വിശ്വാസമുണ്ട്, വീര്യമുണ്ട്, പരിജ്ഞാനമുണ്ട്, ഇന്ദ്രിയമുണ്ട്, ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷേ ഒന്നിനോടൊന്ന് ആഡ് ചെയ്യണം, കൂട്ടണം, വർദ്ധിപ്പിക്കണം. അത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നാം നിശ്ചയമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് ആത്മീയജീവിതത്തിൽ നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നത് വാക്യമുണ്ടല്ലോ, അല്ലേ? ഉണ്ട്. ആ വാക്യം പറഞ്ഞേക്കുന്നത് ഇതല്ല. ഞങ്ങൾക്ക് ആരാധനയുണ്ട്, ബൈബിൾ ക്ലാസ് ഉണ്ട്, ഞങ്ങൾ വീട് വിസിറ്റ് ചെയ്യുന്നുണ്ട്, കോട്ടയം മീറ്റിംഗ് ഉണ്ട്, സന്തോഷം. ആ തൃപ്തിയല്ല ഉദ്ദേശിക്കുന്നത്. ഇനിയും വേണം. ഞാൻ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അതൊരു ദിവസം 1-2 മണിക്കൂർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു, അത് പോരാ. ഇനിയും വേണം എന്ന ഒരാഗ്രഹം വേണം. അപ്പൊ ആദ്യ വിഷയത്തിൽ നമുക്ക് തൽക്കാലം തൃപ്തി വേണ്ട, പോരാ ചിന്ത വേണം. മറ്റു പലതിലും തൃപ്തി ആകുകയും വേണം. എങ്കിൽ മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. 12ാമത്തെ വാക്യം, ജയിക്കുന്നവനെ കുറിച്ച് നമ്മൾ 2-3 മുൻപുള്ള 5 സഭകളെ കുറിച്ച് പഠിച്ചപ്പോഴും അത്യാവശ്യമായിട്ട് ഓർത്ത കാര്യമാണ് ഈ ജയിക്കുന്നത് എന്താന്നുള്ള കാര്യം. വിശ്വാസികൾ എല്ലാവരും ജയിച്ചവരാണ് എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ പഠിച്ചതാ. അതിനി ആവർത്തിക്കുന്നില്ല. എന്നാൽ ഓരോ കാര്യം പറയുമ്പോഴും അവിടെ പ്രായോഗികമായ ജയമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏത് വിഷയത്തിലെന്നറിയാമോ? തുറന്നു വെച്ച വാതിൽ ഉപയോഗിച്ചവര് ജയിച്ചവരാ. തുറന്ന് കിട്ടിയ വാതിൽ ഉപയോഗിച്ചവര് ജയിച്ചവരാ. ഉദാഹരണം പറഞ്ഞാൽ, മോശ തുറന്നു കിട്ടിയ വാതിൽ ഉപയോഗിച്ചില്ല. ആ വിഷയത്തിൽ മോശ പരാജിതനാ. ഏത് വിഷയത്തിലാ? സർപ്പത്തെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, വടി സർപ്പമാക്കുന്ന കാര്യത്തിൽ താൻ പരാജിതനാ എന്ന് പറയുന്നതുപോലെ തുറന്നു വെച്ച വാതിൽ ഉപയോഗിച്ചവരാണ് ജയിച്ചവർ. രണ്ടാമത്, വചനം കാത്തവരാ ജയിച്ചവർ. അത് സൗകര്യം പോലെ വചനത്തിൽ വിട്ടുവീഴ്ച കാണിക്കണ്ട. ഞാൻ ശക്തമായ ചില കാര്യങ്ങൾ പറയുന്നു, പഠിപ്പിക്കുന്നു. എന്റെ കാര്യം വരുമ്പോൾ ഞാനതിന് അയവ് കാണിക്കുന്നു. അത് വചനം കാത്ത സ്വഭാവമല്ല. വചനം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് വചനം കാക്കണം. അതുകൊണ്ട് നഷ്ടമുണ്ടാകാം, കഷ്ടമുണ്ടാകാം, അപമാനമുണ്ടാകാം, പല പ്രയാസങ്ങളുണ്ടാകാം. അത് സാരമില്ലെന്ന് കണ്ട് അപ്പോഴും വചനം കാക്കണം. അതാണ് ജയിച്ചതിന്റെ മറ്റൊരു കാര്യം. മൂന്നാമത്തേത് സഹിഷ്ണുതയാണ്. സഹിഷ്ണുത എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. സഹിഷ്ണുത കാലങ്ങൾ കൊണ്ടേ ഉണ്ടാകത്തുള്ളൂ. ക്ഷമയല്ല സഹിഷ്ണുത. ക്ഷമിച്ച് കഷ്ടത അനുഭവിച്ച് അത് സഹിഷ്ണുതയ്ക്ക് നമ്മളെ നയിക്കുക. സഹിഷ്ണുത ഒരു ചെറിയ കാര്യമല്ല. അത് വിശ്വാസികൾക്കുണ്ടായിരിക്കണം. അത് ജയിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ്. സഹിഷ്ണുതയില്ലായ്മ വലിയ പരാജയമാണ്, വലിയ കുറവാണ്, ആത്മജീവിതത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന കാര്യമാണ്, മറ്റൊരുത്തർക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അത് സഹിഷ്ണുത അത്യാവശ്യമാണെന്നാണ് പറഞ്ഞതിന്റെ ആശയം. ഇനി ജയിക്കുന്നവന് എന്ത് ചെയ്യുമെന്ന് ആ വാക്യം മുഴുവൻ വായില് 12ാമത്തെ വാക്യം. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവർ ഒരിക്കലും അവിടെ നിന്ന് പോവുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമം എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന ദൈവത്തിന്റെ നഗരത്തിന്റെ നാമം പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. എന്റെ പുതിയ നാമം, അല്ലേ? എന്റെ പുതിയ നാമം എഴുതും. 3 കാര്യം അവിടെ പറഞ്ഞു. ജയിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാൻ അവനെ ഒരു തൂണാക്കും എന്താ. പിന്നെ അവന്റെ മേൽ ഈ 3 നാമങ്ങൾ, ദൈവത്തിന്റെ നാമം, എന്റെ പുതിയ നാമം, യെരൂശലേം എന്ന നഗരത്തിന്റെ നാമം. നമുക്കറിയാം, ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പല വാക്യങ്ങളിലും പല വിഷയങ്ങളിലും ആലങ്കാരിക പദപ്രയോഗങ്ങളുണ്ട്. ഒരു വിശ്വാസിയെ കൊണ്ടുവന്ന് അവിടെ ഒരു തൂണ് പോലെ നിർത്തുന്നു അല്ലല്ലോ പറഞ്ഞിരിക്കുന്നതിന്റെ ആശയം. നമുക്കതിന്റെ അർത്ഥം അറിയാം. ഒരു കെട്ടിടത്തിന്, ദൈവാലയത്തിൽ കാര്യം പറഞ്ഞു, ഒരു ദൈവാലയത്തിന്, ഒരു ആലയത്തിന്, ഒരു കെട്ടിടത്തിന് പില്ലർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പില്ലറ് ശക്തമായ ഒന്നാണ്. ആ പില്ലറിന്റെ ശക്തിയെ ആശ്രയിച്ചാണ് ആ കെട്ടിടത്തിന്റെ നിൽപ്പ് എന്ന് പറയുന്നത്. ആ പില്ലറും ആ കെട്ടിടവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്, മാറ്റാൻ പറ്റത്തില്ല. നാം ദൈവത്തിന്റെ ഭവനമാണ്, ദൈവത്തിന്റെ സഭ ഭവനമാണ്. നമ്മെ ഭവനമായിട്ട് പണിയുന്നുവെന്ന് എഫേസ്യർ 2 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആശയമൊക്കെ വരുമ്പോൾ ദൈവത്തിൽ സഭ, ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആശയം വരുമ്പോൾ ജയിക്കുന്നവന് ലഭിക്കുന്ന പ്രത്യേകമായ സ്ഥാനമാനങ്ങളെയും പദവികളെയും കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല
പല വിഷയങ്ങൾ പറയുമ്പോഴും ഇതിനൊക്കെ ഒരു 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 പശ്ചാത്തലമുണ്ട്, ചരിത്ര പശ്ചാത്തലമുണ്ട്. അല്ലെങ്കിൽ കസ്റ്റം ആൻഡ് മാനേഴ്സ് എന്ന് പറയും അതിന് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ. ഉദാഹരണം പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. കർത്താവ് പറഞ്ഞായിരുന്നല്ലോ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തുകൊണ്ട് ഗുണം വരാം, അത് പിന്നെ വെളിയിൽ കളയാനേ പറ്റൂ. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളോട് ആരോടും ഉപ്പ് കാരമില്ല പോകുന്ന കാര്യം പറഞ്ഞാൽ മനസ്സിലാകുമോ? ടാറ്റയുടെ ഉപ്പ് ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ അത് പാട്ടയ്ക്കകത്ത് ഇട്ടിട്ട് ഉപയോഗിച്ചാൽ ഒരു നുള്ളു പോലും നഷ്ടപ്പെടുത്തില്ല. വിടുമോ? ഇല്ല, വിടുന്ന ഉപയോഗിക്കുന്നുണ്ട്. കാരമില്ലാതെ പോകുന്ന വിഷയമില്ല. അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അന്നത്തെ കാലത്ത് ദൂരസ്ഥലങ്ങളിൽ നിന്നും ഉപ്പ് പാറയാണ്, ഉപ്പ് കല്ല് പൊട്ടിച്ചുകൊണ്ട് വന്ന് തലയെ വെച്ചുകൊണ്ട് വന്നിട്ട് അത് വീടിന്റെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ വെക്കും. വീടെന്ന് പറയുന്നത് മുളയൊക്കെ നാട്ടിയിട്ട് മണ്ണ് കുഴച്ച് തേച്ച ഭിത്തിയാണ്, ഇന്നത്തെ പോലെയുള്ള ഭിത്തിയല്ല. അതിനോട് ചേർത്ത് വെച്ചിട്ട് അത് കുറേശ്ശെ പൊട്ടിച്ചെടുത്താണ് ഉപ്പ് ഉപയോഗിക്കുന്നത്. ആ ഉപ്പ് ഉപയോഗിക്കുന്നത് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാം. അവസാനം വരുമ്പോൾ ആ ഭിത്തിയോട് ചേർന്നിരുന്ന ഉപ്പുണ്ടല്ലോ, ഭിത്തി മുള കൊണ്ടുണ്ടാക്കി മണ്ണ് കുഴിച്ച് തേച്ച ഭിത്തിയാ. ആ മണ്ണിനോട് ചേർന്നിരുന്ന ഭാഗത്തെ ഉപ്പ് മണ്ണങ്ങ് വലിച്ചെടുക്കും. അപ്പൊ അത്രയും ഭാഗത്തെ ഉപ്പിന് എന്തില്ല? കാരമില്ല. അതാണ് വെളിയിൽ കളയുന്നത്. അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. ഇന്നത്തെ കാലത്ത് മനസ്സിലാകുമോ? മനസ്സിലാകത്തില്ല. അപ്പോൾ സംശയം, അങ്ങനെയെങ്കിൽ എന്തിനാ ബൈബിളിനകത്ത് അതുകൂടെ വന്നത്? ബൈബിള് ക്രോഡീകരിച്ച് കിട്ടിയപ്പം അത് എഴുതേണ്ട കാര്യമില്ലായിരുന്നു. നമുക്കറിയത്തില്ല എന്തിനാ വന്നത്. അതിനത്ര ഉദ്ദേശമുണ്ട്. അന്ന് അതിന് ആക്ഷരിക അർത്ഥമാണെങ്കിൽ ഇന്നതിന് ആത്മീയ അർത്ഥമാണ്. എന്താ ആത്മീയ അർത്ഥം? ഉപ്പ് ഇല്ലാതെ ജീവിക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പ. നമ്മളുണ്ടെങ്കിൽ ലോകത്തിന് സന്തോഷമായിട്ട് ആൾക്കാർക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ എടുത്തുകൊള്ളപ്പെട്ട ശേഷം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ലോകമാകാനായിട്ട് പോകുന്നത്. അത് ഒരു പാഠം. രണ്ടാമത്തേത്, ഈ മണ്ണിനോട് പറ്റിയിരുന്ന ഉപ്പാണ് എന്ത് സംഭവിച്ചത്? കാരം പോയത്. നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ ഈ മണ്ണിനോട്, ഈ ലോകത്തോടെ, ഈ ഭൂമിയോടെ പറ്റിച്ചേർന്ന് ജീവിച്ചാൽ, ലോകം നമ്മിൽ വന്നാൽ നമ്മുടെ സത്ത് ലോകം വലിച്ചെടുക്കും. നമ്മൾ വെറും ചണ്ടി കുമ്പാരമായിട്ട് മാറ്റും. അതുകൊണ്ട് ലോകത്തിൽ ജീവിക്കുന്നത് സൂക്ഷിച്ചു വേണം. ലോകത്തോട് അനുരൂപപ്പെടരുത്. ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകവും അതിന് മോഹവും ഒഴിഞ്ഞു പോകും. അപ്പൊ ലോകത്തിന് എന്തുണ്ട്? മോഹമുണ്ട്. ഒത്തിരി കാര്യം അങ്ങനെ പറയാനുണ്ട്. ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു, മണ്ണിൽ ജീവിക്കുന്നു, ഭൂമിയിൽ ജീവിക്കുന്നു. മണ്ണിനോട് ഇഴുകിച്ചേരലെന്ന് പറയാൻ വേണ്ടിയാണ് ഇന്ന് ബൈബിളിൽ ആ വാക്യം ഇപ്പോഴും ഇരിക്കുന്നത്. ഏത് വാക്യമാണ്? ഉപ്പ് കാരമില്ലാതെ പോയാൽ. അന്നത്തെ പശ്ചാത്തലത്തിൽ അവർക്ക് മനസ്സിലായി, ഇന്നത്തെ വ്യാഖ്യാനത്തിൽ നമുക്ക് മനസ്സിലായി. ബൈബിളിൽ എല്ലാ വാക്യവും ഒരുപോലെ ആവശ്യമുള്ള എന്ന് പറഞ്ഞതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ അനേക സിംബോളിക് ലാംഗ്വേജ് ഉണ്ട്, ആലങ്കാരിക പദപ്രയോഗമുണ്ട്. അതിലൊന്നാണ് തൂണ് എന്ന് പറയുന്നത്. തൂണ് ഇത് നമ്മുടെ ചില സഹോദരന്മാരെ കുറിച്ച് യാക്കോബ് ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, അവര് തൂണുകളായിട്ട് പരിഗണിച്ചു. യാക്കോബിനെയും കേഫാവിനെയും ഒക്കെ തൂണുകളായി പരിഗണിച്ചു. എന്താ കാര്യം? അവര് ആ സഭയ്ക്ക് അത്രമാത്രം വിലപ്പെട്ടവരായിരുന്നു. സഭയ്ക്ക് അവരൊരു അസറ്റായിരുന്നു, ശക്തിയായിരുന്നു എന്നൊക്കെയാണ് ആ പറഞ്ഞു വന്നതിന്റെ ആശയം. ഇനി വേറൊരു പശ്ചാത്തലമുള്ളത്, അന്നത്തെ ബിൽഡിങ്ങിലുള്ള തൂണുകൾ, ധാരാളം തൂണുകളുണ്ട്. ശലോമോന്റെ ദേവാലയത്തിൽ തൂണ് ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ ഈ കാലത്ത് ഡയാന ദേവിയുടെ ക്ഷേത്രം, അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം, ആ ക്ഷേത്രത്തിന് 127 തൂണുകൾ, പില്ലറുകൾ ഉണ്ടായിരുന്നാണ് ചരിത്രം പറയുന്നത്. 127 പില്ലറുകൾ. ഇപ്പോഴും നമ്മൾ തിരുവനന്തപുരത്തിനപ്പുറത്ത് ഒരു കൊട്ടാരമുണ്ടല്ലോ, പത്മനാഭപുരം കൊട്ടാരം. ആ കൊട്ടാരം കാണാൻ പോയാൽ അറിയാം, ധാരാളം തൂണുകളുണ്ട് ആ കൊട്ടാരത്തിന്. ഓരോ തൂണിലും ചില കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചാൽ നമുക്ക് ചരിത്രം അറിയാൻ പറ്റും. ഈ അർത്തമീസ് ദേവിയുടെ ദേവാലയത്തിലെ തൂണുകളിലും ചരിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് വായിച്ചാൽ ആൾക്കാർ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ തൂണുകൾ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. പറഞ്ഞതിന്റെ ആശയം, ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ജയിക്കുന്ന വിശ്വാസിയെ ഞാൻ ദൈവത്തിന്റെ ആലയത്തിലെ തൂണാക്കുമെന്ന് പറഞ്ഞാൽ മറ്റൊരുത്തരും ശ്രദ്ധിക്കപ്പെടത്തക്കവണ്ണം ഞാൻ തന്നെയാക്കും. ശ്രദ്ധിക്കപ്പെടത്തക്കവണ്ണമാക്കും. യേശുവിന്റെ ക്രൂശുമരണത്തെക്കുറിച്ച് പറയുമ്പോൾ റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവം പുത്രനെ ക്രൂശിൽ തളച്ചത് മുഖാന്തരം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഡെമോൺസ്ട്രേറ്റ് ലവ്. അവന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നത് എന്തിനാ? കാണാൻ. ലോകം മുഴുവൻ കാണണം, അറിയണം.
ഇതൊരു കോണിൽ നടന്ന സംഭവമല്ല. ലോകത്തിന്റെ മധ്യഭാഗത്ത് ഉയർന്ന സ്ഥലത്ത് അതിലും ഉയരെ ഒരു കുരിശിൽ നടന്ന സംഭവമാണ് അവൻ പ്രദർശിപ്പിച്ചു. ഇതുപോലെ തന്നെ അവനിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന വിശ്വാസികളെ അതുപോലെ അവൻ പ്രദർശിപ്പിക്കും. ലോകം നമ്മളെ അംഗീകരിക്കും. ഇപ്പോഴത്തെ കാര്യത്തെക്കാളും കൂടുതൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പില്ലറാക്കും, അല്ലെങ്കിൽ പേരുണ്ടാക്കും, അവിടെ പേരെഴുതും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ കാര്യമല്ല. വാസ്തവത്തിൽ 1000 ആണ്ട് വാഴ്ചയിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പദവികളും ഉത്തരവാദിത്തങ്ങളുമാണ് ശ്രേഷ്ഠമായിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ അത് ഒന്ന് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസ വീരന്മാരെന്ന വിഷയം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം ഇവിടുന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ട പ്രതിഫലം കിട്ടും. ഇവിടുന്ന് മാറ്റപ്പെടുന്നതോടുകൂടെ നമ്മുടെ ശുശ്രൂഷ അവസാനിക്കുന്നു. ആ കിട്ടുന്ന പ്രതിഫലമാണ് 7 വർഷത്തിന് ശേഷം കർത്താവും നമ്മളും കൂടെ ഭൂമിയിലേക്ക് വന്ന് കർത്താവ് രാജാവായിട്ട് ഭരിക്കുമ്പോൾ നാം രാജാക്കന്മാരായിട്ട് കൂടെ വാഴുക. ആ സമയത്ത് നമുക്ക് ലഭിക്കുന്ന പദവികളുണ്ട്. പദവി, ഒരു പൊസിഷനുണ്ട്, സ്ഥാനമുണ്ട്, മാനമുണ്ട്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അത് ലഭിക്കണമെങ്കിൽ, അത് വ്യത്യസ്തമായി ലഭിക്കണമെങ്കിൽ, അധികമായി ലഭിക്കണമെങ്കിൽ, നന്നായി ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നന്നായി ജീവിക്കണം, വ്യത്യസ്തമായി ജീവിക്കണം. ഒരു അലസമായ ജീവിതം കൊണ്ട് ഇത് പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. വിശ്വാസികൾ ഗൗരവത്തോടെ ജീവിച്ചെങ്കിലേ മതിയാകത്തുള്ളൂ. തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ ഉപയോഗിക്കണം. അലക്ഷ്യമായിട്ട് കാണരുത്, സാരമില്ലെന്ന് വിചാരിക്കരുത്. നമ്മെ ഏൽപ്പിച്ചു എന്ന ബോധ്യമുള്ള ഏത് ശുശ്രൂഷയും നമ്മൾ ചെയ്യണം. പറഞ്ഞ മനസ്സിലായല്ലോ? നമ്മെ ഏൽപ്പിച്ചെന്ന് ബോധ്യമുള്ള ഏത് ശുശ്രൂഷയും ചെയ്യണം. ഏൽപ്പിക്കാത്ത ഒരു ശുശ്രൂഷയും ചെയ്യരുത്. അതിന് പ്രതിഫലമില്ല. ഏൽപ്പിക്കാതെ ചെയ്യുമ്പോൾ പിന്നെ അവിടെ വഴക്കാം, പ്രശ്നമാണ്, അഭിപ്രായ വ്യത്യാസമാണ്. അത് വേണ്ട. ഏൽപ്പിച്ചെന്ന് ബോധ്യമുള്ള ശുശ്രൂഷ എല്ലാവരും ചെയ്തിരിക്കണം. ചെയ്യുമ്പോൾ മാത്രമേ നാം ജയിച്ചു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. എവിടെ ജയിച്ചു? പ്രായോഗികമായിട്ട്. അങ്ങനെ വരുമ്പോഴാണ് പ്രതിഫലം കിട്ടാൻ പോകുന്നത്. അവൻ നമ്മെ തൂണാക്കും, അതിൽ എഴുതി വയ്ക്കും ദൈവത്തിന്റെ നാമം, കർത്താവിന്റെ പുതിയ നാമം, യെരൂശലേമിൻ നാമം എന്നൊക്കെ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായല്ലോ? നമ്മളെ അവിടെ നിർത്തിയിട്ട് എഴുതുന്നുള്ള പറഞ്ഞതിന്റെ ആശയം നാം അറിയപ്പെടുന്നവരായി തീരും, ബഹുമാനിക്കപ്പെടുന്നവരായി തീരും, ദൈവത്താൽ മാനിക്കപ്പെടുന്നവരായി തീരും. തന്നോടുകൂടെ വാഴുമ്പോൾ നമുക്ക് സ്ഥാനമാനങ്ങൾ ധാരാളം ലഭിക്കും എന്നാണ് പറഞ്ഞതിന്റെ ആശയം. ഇതിനെക്കുറിച്ച് എസെക്കിയേൽ സാറൊക്കെ പറയുന്നത് ഈ ഭൂമിയിൽ ഇപ്പോഴുള്ള ഭരണകർത്താക്കന്മാരെ പോലെ പ്രധാനമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്, പോലീസ് റാങ്ക് ഓഫീസേഴ്സ് ഉണ്ട്. ഇതുപോലെ തന്നെ കർത്താവിന്റെ ഭരണത്തിലും ഉണ്ടായിരിക്കും. നമുക്കൊക്കെ ആ പദവി ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ലഭിക്കണ്ടേ? കിട്ടണ്ടേ? അതോ വെറുതെ ഒരു പോലീസുകാരനെ പോലെ നടന്നാൽ മതിയോ? പോരാ. എന്റെ സഹോദരന്മാർ, ഈ പറയുന്നത് നിത്യതയെക്കുറിച്ചാ, 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചാ. നാളത്തെ കാര്യമല്ല, ഒരു മാസത്തെ കാര്യമല്ല. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ പിന്നെ നിത്യതയിലേക്ക് പ്രവേശിക്കുക. അവിടെയും ഇത് സാരമായിട്ട് ബാധിക്കും. നിത്യതയെക്കുറിച്ച് ശരിയായ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഇപ്പോഴത്തെ കാര്യം കൊണ്ട് നടക്കട്ടെ, പിന്നത്തെ കാര്യം നോക്കാം. അത് അവിശ്വാസിയുടെ വാക്കാ, നമ്മുടെ വാക്കല്ല. ഈ ബോധ്യത്തിൽ നമ്മൾ ജീവിക്കണം. മാക്സിമം നമ്മൾ കഴിവത് നന്നായി ജീവിക്കണം, കഴിവ് ദൈവമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കണം, കഴിവത് സഭയ്ക്ക് പ്രയോജനമായി ജീവിക്കണം, കഴിവത് സുവിശേഷത്തിന് സാക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കണം. തുറന്നു വച്ചിരിക്കുന്ന വാതിൽ അടച്ചു കളയാനായിട്ട് പാടില്ല. നാമം നിഷേധിക്കാത്ത കാര്യം പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ നാമത്തെക്കുറിച്ച് ഒരു വാക്കോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിയിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരു നാമവുമില്ല. നാം ആ നാമത്തിൽ രക്ഷിക്കപ്പെട്ടവരാണ്. എന്നിട്ട് ആ രക്ഷിക്കപ്പെട്ടപ്പോൾ നാം ഈ കർത്താവിന്റെ പിന്നാലെ ആടുകളെ പോലെ പോവുക. തിരുനാമ നിമിത്തം നമ്മെ നീതിവാദകളിൽ നടത്തുന്നു. തിരുനാമ നിമിത്തം നമ്മെ നീതിവാദകളിൽ നടത്തുന്നു. നാം നടക്കുകയല്ല, ആ നാമം കൊണ്ട് അവൻ നമ്മെ നടത്തുക. മൂന്നാമത്തെ കാര്യം, അങ്ങനെ നടക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയുണ്ടായി. അവിടെയും ഇവിടെയും എവിടെയും പലയിടങ്ങളിലായി കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന വിശുദ്ധന്മാരെ. അത് ആരാധനയുടെ ചിത്രമാണ്. രക്ഷിക്കപ്പെടുന്നത് ആ നാമത്തിൽ, നാം നടത്തപ്പെടുന്നത് ആ നാമത്തിൽ, നാം ദൈവത്തെ ആരാധിക്കുന്നത് അവന്റെ നാമത്തിൽ. അങ്ങനെ യോഗ്യമായിട്ട് ജീവിക്കുമ്പോൾ പൗലോസ് പറഞ്ഞല്ലോ, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവമുണ്ടാവും. ചുമ്മാതെ ഈ ഒരു സോ കോൾഡ് ബിലീവറാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോകാൻ പറ്റും. ഉപദ്രവം ഉണ്ടാവും. ആ ഉപദ്രവം ഉണ്ടാകുമ്പോഴാണ് പത്രോസ് പറയുന്ന വാക്ക്, തിരുനാമത്തിന് വേണ്ടി അവമാനം സഹിക്കാൻ സന്തോഷിച്ചുകൊണ്ട് ഞങ്ങളുടെ വഴിക്ക് പോയി.
നാമം രക്ഷിക്കുന്നു, നാമം നടത്തുന്നു, നാമം ആരാധിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ നാമത്തിൽ കഷ്ടത ഉണ്ടാകും. അപ്പോഴാണ് ആ കഷ്ടതയെ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് കഴിയുന്നത്. മനസ്സിലായോ? കർത്താവിനോട് ജീവിച്ചു എന്ന കാരണത്താൽ ആണല്ലോ എന്നുള്ളതാണ് നമ്മുടെ സന്തോഷ വിഷയം. വരും ദിവസങ്ങളിൽ ഈ സഭയോട് പറഞ്ഞ കാര്യം നമുക്കും അന്വർത്ഥമാകട്ടെ. നമുക്ക് ഒത്തിരി വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വിശ്വസമായിട്ട് വിനിയോഗിക്കാം. നാം വിനിയോഗിച്ചില്ലെങ്കിൽ മറ്റൊരാളത് വിനിയോഗിക്കും, അവർക്ക് പ്രതിഫലം കിട്ടും എന്നുള്ള കാര്യവും നാം മറന്നു പോകണ്ട. ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കണം എന്ന ചിന്തയിൽ ജീവിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.